സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ മഴ കനക്കുന്നു. അപ്പർ കുട്ടനാടും മഴക്കെടുതി രൂക്ഷം. ഒറ്റപ്പെട്ട് മുട്ടാറും വെളിയനാടും. പാടശേഖരങ്ങളിൽ മടവീഴ്ചയിൽ വൻ കൃഷിനാശം. 76 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6000-ലധികം പേർ. എറണാകുളം ജില്ലയിൽ അർദ്ധരാത്രി മുതൽ കനത്ത് പെയ്ത് മഴ. കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ട്. ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന്. ഫ്രീസറില്ലാതെ മൃതദേഹം അയച്ചതിൽ ADM റിപ്പോർട്ട് സമർപ്പിക്കും. വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. വടകര MDMA കേസ് പ്രതി കീർത്തനയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കീർത്തനയെ വിശദമായി ചോദ്യം ചെയ്ത് SIT. പ്രധാന പ്രതി സുൽത്താൻ ബത്തേരി സ്വദേശിയെ കണ്ടെത്താൻ ശ്രമം തുടർന്ന് അന്വേഷണ സംഘം. വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രം തുടക്കം ഇന്ന് തിയേറ്ററുകളിൽ. അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ച് ചിത്രത്തിന് മികച്ച ബുക്കിംഗ്. മോഹൻലാലിന്റെ അതിഥി വേഷത്തിന്റെ ആകാംക്ഷയിൽ ആരാധകർ. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിലും അയോധ്യ സംഭാവന കൊള്ളയിലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സഭയിൽ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷ ആവശ്യം.